വയോജനങ്ങളുടെ പകൽ വിശ്രമ കേന്ദ്രം അടച്ചിട്ട് കണ്ണൂർ കോർപ്പറേഷൻ. വയോജനങ്ങൾ റോഡിലിരിക്കുന്നു. അടച്ചിട്ടത് താളിക്കാവിലെ സായം പ്രഭ ഹോം. ന്യൂസ് മലയാളം സംഘം സ്ഥലത്തെത്തിയതോടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടവർ എത്തി. ഇപ്പോൾ കെട്ടിടം തുറന്നു. വിവരങ്ങളുമായി നിഖിൽ ഇളവൂർ ചേരുന്നു. നിഖിൽ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇത്തരത്തിൽ ഒരു വയോജന കേന്ദ്രം, പകൽ വിശ്രമ കേന്ദ്രം അടച്ചിടുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് കണ്ണൂർ കോർപ്പറേഷൻ എത്തിയത്? എന്താണ് അവിടെ സംഭവിച്ചത്? ലക്ഷ്മി പത്മ, നമ്മൾ ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സായം പ്രഭ എന്ന് പറയുന്ന പകൽ വിശ്രമ കേന്ദ്രം, വയോജന വിശ്രമ കേന്ദ്രം അടച്ചിട്ടു എന്ന വിവരം ലഭിച്ചതുകൊണ്ടാണ്. അങ്ങനെ അടച്ചിട്ടു. അവിടെ സ്ഥിരമായി വരാറുണ്ടായിരുന്ന ആളുകൾ പുറത്തിരിക്കുന്നു എന്ന വിവരം കിട്ടിയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു. മാത്രമല്ല, ഈ കെട്ടിടത്തിൻ്റെ മുൻവശത്തെ വാതിലിൽ ഈ കെട്ടിടം പൂട്ടിയിട്ടതായി കാണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളിവിടെ എത്തി ഈ കാര്യങ്ങൾ ഇവരോട് അന്വേഷിക്കുന്നതിനിടയിൽ തന്നെ കോർപ്പറേഷൻ്റെ ഒരു ജീവനക്കാരി വന്ന് ഈ വാതിൽ തുറക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ഇന്ന് രാവിലെ എത്ര മണിക്കാണ് ഇവിടെ എത്തിയത്? ഞാൻ 10:15. അപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലേ? നേരത്തെ പറഞ്ഞിരുന്നു ഇത് അടച്ചിടുമെന്ന്? അറിയില്ല. സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ആളാണോ? സ്ഥിരമായിട്ട് വരുന്നതാണോ? പകൽ മുഴുവൻ ഇവിടെയാണോ ഉണ്ടാവുക? 10 മണി 10:15 വന്നാലും 3 മണി വരെ ഇവിടെ ഉണ്ടാവും. പിന്നെ വീട്ടിലേക്ക് പോകും. ഇന്ന് വന്നപ്പോൾ ഇവിടെ പുറത്തിരിക്കേണ്ടി വന്നു? അതെ, ഇന്ന് വന്നപ്പോൾ പുറത്തിരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്, എന്തെങ്കിലും അറിയോ? ഇല്ല, അറിയില്ല. ഇല്ല, ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ചേച്ചി അതുപോലെ തന്നെയാണോ? ഞാനിപ്പം വന്നിട്ടേ ഉള്ളൂ. ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. എപ്പോഴും രാവിലെ വന്നത് 9:15 വന്നത്. സാധാരണ എത്ര മണിക്കാണ് തുറക്കുന്നത്? കാരണം നമ്മൾ വരുമ്പോൾ താക്കോല് ഇപ്പം അടുത്ത വീട്ടിൽ ഇവർ കൊണ്ടുവരും, തുറക്കും. ആ താക്കോലല്ല ഇപ്പോൾ ഇതാണെന്നാ പറയുന്നത്. ഇത് തുറന്നാൽ ഇത് കയറാലോ. അതായത് ഇപ്പം കൊണ്ടുവന്നത് മറ്റൊരു താക്കോലാണ്, നിങ്ങൾ സ്ഥിരം തുറക്കുന്ന താക്കോലല്ല. അല്ല, നമ്മളൊക്കെ ഈ വാർത്ത വരുന്നു എന്ന് കണ്ടപ്പോൾ അവർ വന്ന് തുറക്കുന്നതാണെന്നാണോ? ഒരു കോർപ്പറേഷൻ്റെ താക്കോലായിരിക്കും ചിലപ്പോൾ അത് എന്നാ വിചാരിക്കുന്നത്. ഞാനെടുത്ത നേഴ്സാണ്, പാലിയേറ്റീവ് നേഴ്സാണ്. അപ്പോൾ 9:45 നമുക്ക് ഞാനിവിടെ എത്തും. എൻ്റെ താക്കോലാണ് ഇത്. ഞാൻ ഇന്നലെ വൈകിട്ട് പോകുമ്പോൾ ഉള്ള താക്കോലാണിത്. ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ അത് താക്കോലും പൂട്ടും അവർ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വയോജനങ്ങൾ വന്ന് കുറേ നേരമായി നിൽക്കുന്നു, വെയിൽ കൊണ്ടിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് കോർപ്പറേഷൻ സ്റ്റാഫ് വന്നിട്ട് വേറെ അവരിട്ട പൂട്ടിന് താക്കോല് എടുത്തിട്ട് തുറന്നത്. പുതിയ പൂട്ടും താക്കോലും അവർ ഇന്നലെ രാത്രി മാറ്റി എന്നാണ് പറയുന്നത്. താക്കോലും പൂട്ടും ഇത് കുറേ കാലങ്ങളായി ഉള്ള താക്കോലും പൂട്ടാണ്. അപ്പോൾ ഇന്നലെ അവർ വന്നിട്ട് സീൽ വലിച്ച് പുറത്തെ പൂട്ട് ഇട്ടിട്ട് പോയതിന് ശേഷം പിന്നെ അവർ ഓഫീസിൽ പോയിട്ട് അവൾ വാങ്ങിക്കൊണ്ടുവന്ന താക്കോലാണ് ഉപയോഗിച്ചിട്ട് കയറിയിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ തുറന്നിട്ട് ഉണ്ട്, താക്കോൽ ഉണ്ടായിട്ടുണ്ട്, തുറക്കാമെന്ന്. പക്ഷേ എൻ്റെ അടുക്ക കുറേ കാലങ്ങൾ 5 വർഷത്തോളം ഉണ്ടായ താക്കോലായിരുന്നു. ഒന്ന് എൻ്റെ അടുക്ക, ഒന്ന് അവളുടെ അടുക്ക, ഒന്ന് വേറൊരു സ്റ്റാഫിൻ്റെ അടുക്ക ഉണ്ടാവും. നമുക്ക് ഇവിടെ ചുറ്റുപാടില്ല. അങ്ങനെ തന്നെ ഉള്ള താക്കോലാണിത്. അപ്പോൾ അവർ ഇന്നലെ രാത്രി അവർ ഒരു ഇതാക്കിയിട്ട് പൂട്ട് താക്കോലാക്കിയിട്ട് വേറെ തുറന്നിട്ട് കയറിയതാണ്. ഇത് എന്തുകൊണ്ടാണ് പൂട്ടിയിട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു വിവരവും കിട്ടിയില്ല. നമുക്കൊന്ന് രാവിലെ ഇപ്പോൾ എനിക്ക് രോഗിയുടെ പരിചരണത്തിന് പോകണം, ട്യൂബ് ഇടാനുണ്ട്, റൈസ് ട്യൂബും കത്തിയിട്ടെല്ലാം ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇതും പ്രതീക്ഷിച്ച വരുന്നത് നമ്മൾ കുറേ രോഗികളെ വിളിക്കുന്നുണ്ട്. ഇവർ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ടാണ് പൂട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? ഇതിനകത്ത് നടത്തുന്നുണ്ടോ? പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നുണ്ട്. രോഗികളുടെ ഡ്രസ്സിങ് ഉണ്ടാവും. ഇപ്പം എവിടെ ഇപ്പോൾ ഈ വാതിൽ ആരെങ്കിലും മുറിവലം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സിങ്ങിന് എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മുഴുവനും സൗജന്യമാണ്, എല്ലാം സൗജന്യം. മറ്റുള്ള ആശുപത്രിയിൽ നിന്നെല്ലാം പിന്നെ നേഴ്സുമാർ വന്നിട്ട് ഒരു ട്യൂബ് ഇട്ട് കൊടുത്താൽ 2000-3000 രൂപയോളം വാങ്ങുന്നുണ്ട്. പിന്നെ കത്തീറ്ററും റൈസ് ട്യൂബെല്ലാം ഇടുമ്പോൾ പൈസ വാങ്ങിയിട്ട് നമ്മളൊന്നും എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇത്രയും വൈകിയതിൽ ഭയങ്കര പ്രതിഷേധമുണ്ട്. ലക്ഷ്മി പത്മ, അതുതന്നെയാണ്. സാധാരണ 9:15 ആ സമയത്ത് തുറക്കുന്നതാണ്. ആ സമയത്തേക്ക് ഈ അമ്മമാരെല്ലാം ഇവിടെ എത്താറുമുണ്ട്. അങ്ങനെ എത്തി അവർ കഴിയുന്ന സ്ഥലമാണ് ഇപ്പോൾ 11 മണിക്ക് വന്നിട്ട് കോർപ്പറേഷൻ്റെ ജീവനക്കാർ തുറന്നിരിക്കുന്നത്. മാത്രമല്ല, ഇവരിപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ ഒരു താക്കോല് ഇവരുടെ കയ്യിലായിരുന്നു. ആ താക്കോൽ ഇപ്പോഴും ഇവരുടെ കയ്യിലുണ്ട്. എന്നാൽ ഇപ്പോൾ ജീവനക്കാർ മറ്റൊരു ദൃശ്യങ്ങളുണ്ട്. ആ താക്കോൽ ഉപയോഗിച്ചാണ് ഇത് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് അകത്തേക്ക് പ്രവേശിക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് ഈ അമ്മയുടെ പ്രതികരണത്തിന് ശേഷം ആ നോട്ടീസിലേക്ക് കൂടി നമുക്ക് പോകാം. അമ്മ എപ്പോഴാണ് എത്തിയത്? ഞാൻ 10:30 സാധാരണ 9 മണിയാകുമ്പോൾ തുറക്കും, 9-9:30 ആകുമ്പോൾ തുറക്കും. ഇന്ന് വരുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇന്ന് എല്ലാവരും പുറത്തിരുന്നിന്, എല്ലാവരും ഇരുന്ന് കണ്ട് ഞാനും പുറത്തിരുന്നു. അമ്മ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്ന ആളാണോ? എല്ലാ ദിവസവും വരും. എപ്പോഴെങ്കിലും അത്യാവശ്യം വരാണ്ടിരിക്കും, ബാക്കിയുള്ള ദിവസങ്ങളിൽ വരുത്തുണ്ട്. ആരെങ്കിലും അങ്ങനെ ഇങ്ങോട്ട് വരണ്ടാന്നോ, ഇത് പൂട്ടിയിടാൻ പോവാന്നോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. ഇവിടെ എത്തിയാലും എല്ലാം അറിയുന്നു. അങ്ങനെ ഈ വെയിലത്ത് ഇവിടെ ഇരിക്കേണ്ടി വന്നല്ലേ? അതെ.
അമ്മയും അങ്ങനെ തന്നെയാണോ? ഞാൻ കുറച്ച് നേരം വേനി ഇയാൾ ഇരുന്നതിന് ശേഷമാണ് ഞാൻ എത്തിന്. എല്ലാവരും ഇരുന്ന് ഞാൻ വരുന്നത്. ലക്ഷ്മി പത്മ, ഇത്തരത്തിൽ ഇവരെ ഒരു വിവരവും അറിയിക്കാതെയാണ് ഇത് പൂട്ടിയിട്ടത്. ഒരു പക്ഷേ നമുക്ക് ഇനി ഈ സ്ഥാപനത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഈ കോർപ്പറേഷൻ ഇത് പൂട്ടിയിട്ടിട്ടില്ല എന്ന ഒരു വാദം ഉയർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ജീവനക്കാരിയെ വിട്ട് ഇത് തുറന്നിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. പക്ഷേ ഈ നോട്ടീസ് കാണുക, ഈ കെട്ടിടം പൂട്ടിയിടുന്നതായി കാണിച്ച് റവന്യൂ ഇൻസ്പെക്ടർ പതിച്ച നോട്ടീസാണിത്. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം പൂട്ടി സീൽ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. കോർപ്പറേഷൻ്റെ അനുവാദമില്ലാതെ ഇത് തുറക്കാനോ ഇതിനകത്ത് പ്രവേശിക്കാനോ പാടില്ല എന്നും ആ നോട്ടീസിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് മറ്റൊരു ദൃശ്യത്തിലേക്ക് കൂടി വന്നാൽ ഇന്നിപ്പോൾ ഇവർ ഇത് തുറക്കുമ്പോൾ പോലും ഈ പൂട്ട് കാണുക. ഇത് അരക്ക് ഉപയോഗിച്ച്, അതായത് ഒരു റിക്കവറി നടത്തുന്ന മാതൃകയിൽ ഈ കെട്ടിടം പൂട്ടിയിട്ടിരുന്നു. പിന്നീട് ഇന്നലെ രാത്രിയോ മറ്റോ വന്നാണ് ഇത് മാറ്റി പുതിയ പൂട്ട് സ്ഥാപിച്ചത്. ആ പൂട്ടും അതിൻ്റെ അവശിഷ്ടങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കോർപ്പറേഷൻ ഈ വിഷയത്തിൽ പറയുന്നത് ഇത് പൂട്ടിയിട്ടിട്ടില്ല എന്നുള്ള കോർപ്പറേഷൻ്റെ വാദം എന്തായാലും നിലനിൽക്കുന്നതല്ല എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊരു വിഷയം ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. IRPC എന്ന് പറയുന്ന സാന്ത്വന പരിചരണ സംഘടന, അത് CPIMൻ്റെ നിയന്ത്രണത്തിലുള്ള സാന്ത്വന പരിചരണ സംഘടനയാണ്. അവരും ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കോർപ്പറേഷൻ്റെ തന്നെ അനുമതിയോടുകൂടി തന്നെയായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. ഈ IRPCയോട് ഈ കെട്ടിടത്തിൽ നിന്ന് ഒഴിയണം എന്ന് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഒരുപക്ഷെ കണ്ണൂരിൽ ഈ IRPCയും കോർപ്പറേഷനും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം പലതവണ കണ്ടതാണ്. കോവിഡ് സമയത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ ഉൾപ്പെടെ ഈ കോർപ്പറേഷനും IRPCയും തമ്മിലുള്ള ഒരു സംഘർഷം പലപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്നു. അതിന് വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് രാഷ്ട്രീയ കാരണത്തിൻ്റെ പേരിലായാലും ഈ IRPCയെ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. പക്ഷേ എന്തിൻ്റെ കാരണത്താലായാലും ഈ ഒരു പകൽ വയോജന കേന്ദ്രത്തെ, പകൽ വിശ്രമ കേന്ദ്രത്തെ ആശ്രയിച്ചെത്തുന്ന ഈ 15ഓളം വരുന്ന വയോജനങ്ങളെ ഇങ്ങനെ പുറത്തിരുത്തുന്ന രീതി ശരിയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഞാനിപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിനെ വിളിച്ചിരുന്നു. മുസ്ലിം മഠത്തിലും പറയുന്നത് ഞങ്ങൾ അങ്ങനെ പൂട്ടിയിടാൻ തീരുമാനിച്ചിട്ടില്ല, IRPCയെ ഒഴിവാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അവർ ഒഴിയാത്തത് കൊണ്ടാണ്, അവരോട് ആവശ്യപ്പെട്ടിട്ട് ഒഴിയാത്തത് കൊണ്ടാണ് കെട്ടിടം പൂട്ടിയിട്ടതെന്നാണ് മേയർ പറയുന്നത്. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുകൂടി ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ മേയർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ രീതി ശരിയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കഴിഞ്ഞ 5 വർഷത്തിലേറെ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഇത്രയധികം വയോജനങ്ങൾ, അവരുടെ വീട്ടിലിരുന്ന് മടുപ്പ് പിടിക്കുന്ന വയോജനങ്ങൾ ഇവിടെ വന്നിരുന്ന് പരസ്പരം സംസാരിച്ചുമൊക്കെയായി അവരുടെ പകൽ തള്ളി നീക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കോർപ്പറേഷൻ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് തന്നെയാണ് ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നത്. ഏതായാലും കോർപ്പറേഷന് ഇത് പൂട്ടിയിട്ടിട്ടില്ല എന്ന് പറയാനാവില്ല. കാരണം ഇത് പൂട്ടിയിട്ട ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ പൂട്ടിയിടാനുള്ള ഉത്തരവ്, ഈ വാതിലിൽ പതിച്ചിരിക്കുന്ന ഉത്തരവ് നമ്മുടെ കയ്യിലുണ്ട്. ഒപ്പം ഈ താക്കോൽ മാറ്റിയതിനുൾപ്പെടെയുള്ള കാരണങ്ങളും നമ്മൾ ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്മി പത്മ, രാഷ്ട്രീയ വടംവലികൾക്കിടയിൽപ്പെട്ട് അധികാര ധാർഷ്ട്യത്തിൽപ്പെട്ട് വയോജനങ്ങൾക്ക് അവരുടെ പകൽ വിശ്രമ കേന്ദ്രം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കണ്ണൂരിൽ കാണുന്നത്. അതിൻ്റെ തത്സമയ വിവരങ്ങൾ, അവിടെ നിന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്നും നിഖിൽ പങ്കുവച്ചത്. തീർച്ചയായും അക്കാര്യത്തിൽ ഒരു നടപടി ഉടൻ തന്നെ വളരെ വേഗം കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അധികാരികൾ ഈ ഒരു വിഷയത്തിൽ മറുപടി പറഞ്ഞേ തീരൂ.